മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഭർത്താവിനെ കൊലപ്പെടുത്താൻ ഭാര്യ സോനം ആൺ സുഹൃത്തുമായി ഗൂഢാലോചന നടത്തിയതിന്റെ വാട്സാപ്പ് ചാറ്റ് വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. വിവാഹശേഷം 3-ാം നാൾ മുതൽ പ്രതികൾ കൊലപാതകത്തിന് ആസൂത്രണം തുടങ്ങിയിരുന്നു. ഹണിമൂണിന് പോകേണ്ട സ്ഥലവും എങ്ങനെ കൊല്ലണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇരുവരും ചേർന്ന് ഫോണിലൂടെയാണ് തീരുമാനിച്ചത്. ഷില്ലോങ്ങിലെത്തിയ ശേഷം ഭർത്താവുമൊത്തുപോയ സ്ഥലങ്ങളുടെ ലൈവ് ലൊക്കേഷൻ വിവരങ്ങളും സോനം വാട്സാപ്പിലൂടെ അതാത് സമയത്ത് രാജ് കുശ്വാഹയ്ക്ക് നൽകിയതായും കണ്ടെത്തി. ഓപ്പറേഷൻ ഹണിമൂൺ. മധുവിധു ആഘോഷിക്കാനെത്തി കാണാതായ നവദമ്പതികളെ കണ്ടെത്താൻ മേഘാലയ പോലീസ് നടത്തിയ അന്വേഷണത്തിനിട്ട പേരാണിത്. ആ അന്വേഷണത്തിനൊടുവിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഭർത്താവായ രാജാ രഘുവൻഷിയെ കൊലപ്പെടുത്താൻ ആൺസുഹൃത്തുമായി ചേർന്ന് സോനം നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ വിവരങ്ങളാണ് ഒടുവിലായി പുറത്തുവന്നത്. ഭർത്താവ് അടുത്തിടപഴകുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്നും കൊല്ലണമെന്നും പറയുന്നുണ്ട് ചാറ്റിൽ. ഹണിമൂണിന് പുറപ്പെടുന്നതിന് 3 ദിവസം മുൻപ് മെയ് 16 രാത്രി 9 മണി മുതൽ അതിരാവിലെ 3 മണി വരെയുള്ള 6 മണിക്കൂർ ഇരുവരും സംസാരിച്ചു. അസം, മേഘാലയ എന്നീ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുകൾ പിറ്റേന്നു തന്നെ സോനം ബുക്ക് ചെയ്തു. എന്നാൽ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിരുന്നില്ല. പെട്ടെന്നുള്ള ഹണിമൂണിന് ഭർത്താവ് രാജയ്ക്ക് താൽപര്യമില്ലായിരുന്നു. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യാത്രയ്ക്ക് സമ്മതിച്ചത്. ആഭരണങ്ങൾ അണിയണമെന്ന് ഭാര്യയുടെ ആവശ്യവും ഭർത്താവ് രാജാ രഘുവംശി സമ്മതിച്ചു. യാത്രയുടെ വിവരങ്ങൾ രാജ് കുശ്വാഹയ്ക്ക് സോനം അപ്പപ്പോൾ നൽകിക്കൊണ്ടിരുന്നു. ദമ്പതികൾ മേഘാലയയിൽ എത്തിയതിനു ശേഷമാണ് ആൺസുഹൃത്തും 3 കൊലയാളികളും ഗുവാഹത്തിയിലെത്തുന്നത്. അവിടുന്ന് ആയുധം വാങ്ങി മേഘാലയയിലുമെത്തി. ട്രക്കിംഗ് നടത്താൻ പോകുന്ന വിവരം കൊലയാളി സംഘത്തെ സോനം അറിയിച്ചു. സ്ഥലത്തെത്തിയ സംഘം ഭർത്താവായ രാജാ രഘുവംശിയെ കൊലപ്പെടുത്തിയ ശേഷം കാട്ടിൽ ഉപേക്ഷിക്കുന്നത് സോനം നോക്കി നിന്നു. കൊലയ്ക്ക് ശേഷം രാജ മരിച്ചില്ലെന്ന് വരുത്തി തീർക്കാൻ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് തന്നെ പോസ്റ്റുമിട്ടു. എന്നാൽ കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപം കൊലയാളികൾക്ക് പിന്നിൽ സോനം നടക്കുന്നത് കണ്ടതായി ഒരു പ്രാദേശിക ഗൈഡ് പോലീസിന് മൊഴി നൽകിയത് കേസിൽ വഴിത്തിരിവായി. രാജാ രഘുവംശിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും പ്രതി പങ്കെടുത്തു. ഇതിലൂടെ പോലീസ് തന്നിലേക്ക് എത്തില്ല എന്ന് ആൺസുഹൃത്ത് രാജ് കുശ്വാഹ കണക്കുകൂട്ടി. എന്നാൽ സോനത്തിന്റെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആൺസുഹൃത്തുമായുള്ള ബന്ധം കണ്ടെത്തിയത്. സോനം രഘുവംശിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു പ്ലൈവുഡ് നിർമ്മാണ യൂണിറ്റിന്റെ HR വിഭാഗത്തിലാണ് രാജ് കുശ്വാഹ ജോലി ചെയ്യുന്നത്. ഇവിടെ വച്ചാണ് ഇരുവരുടെയും അടുപ്പം തുടങ്ങുന്നത്. ഇവരുടെ കുടുംബ വീടിന്റെ അടുത്തു തന്നെയാണ് രാജ് കുശ്വാഹ താമസിച്ചത്. പക്ഷേ സോനം വിവാഹശേഷം വീട് മാറിയതോടെ രാജ് കുശ്വാഹയും സ്ഥലം മാറി നന്ദ്ബാഗ് എന്ന സ്ഥലത്തേക്കാണ് മാറിയത്. ഈ കൊലപാതകത്തിലെ മറ്റു 3 കൂട്ടുപ്രതികളും താമസിക്കുന്നതും ഈ സ്ഥലത്താണ്. ഇവിടെ വച്ചാണ് രാജാ രഘുവംശിയെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണത്തിന്റെ അടുത്ത ഘട്ടം നടക്കുന്നത്. എന്നാൽ നടപ്പിലാക്കിയപ്പോൾ ആസൂത്രണത്തിൽ പാളിച്ച പറ്റി. അതിനുത്തരമാണ് പുറത്തുവന്ന സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും. പക്ഷേ ഈ നിമിഷം വരെ താനാണ് കൊല നടത്തിയതെന്ന് സോനം സമ്മതിച്ചിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ ഉത്തരവും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡൽഹിയിൽ നിന്നും മോഹൻകുമാറിനൊപ്പം അജീഷ് ജയകുമാർ, 24.